നമ്മൾ ഈ അടുത്ത് കാണുന്ന മോസ്റ്റ്ലി എല്ലാ സിനിമകളും വിഷ്വല് നല്ല രസമായിരിക്കും. അപ്പൊ ഔസേപ്പിന്റെ ഓസിത്ത് എന്ന സിനിമയിൽ മാത്രം വിഷ്വൽസ് ഒരു ലോ ക്വാളിറ്റി ഫീൽ ചെയ്തപ്പോൾ ആദ്യമൊക്കെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ വിഷ്വൽസിൽ മാത്രമല്ല കാര്യം ഒന്ന് കാണിച്ചു തന്ന സിനിമ. ആദ്യത്തെ കുറെ നിമിഷങ്ങൾ ആ ഒരു ഫാമിലിയുടെ ഇൻട്രൊഡക്ഷൻ സീൻസും ബിൽഡപ്പ് ഒക്കെ കാണിച്ചു കാണും. പിന്നീട് ഒരു ടേണിംഗ് പോയിന്റ് വരും. അവിടെ മുതൽ ഈ സിനിമയുടെ സസ്പെൻസ് ഡ്രാമയായിട്ട് മാറുകയാണ്. നല്ല രീതിയിൽ ഇന്റൻസ് ആയിട്ട് ഹുക്ക് ചെയ്തിരുത്തും ടിൽ ദി എൻഡ്. ഇന്റൻസ് എന്നൊക്കെ വെച്ചാൽ വി വിൽ റിയലി ഫീൽ ഫോർ ദ ക്യാരക്ടേഴ്സ് എന്ന നറേറ്റീവ്. അത്രയും രസമായിട്ടാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ എഴുതിയിരിക്കുന്നതും കഥ പറഞ്ഞിരിക്കുന്നതും. ഫസിൽ ഹസൻ, ഇതിൽ 3 ബ്രദേഴ്സ് ഉണ്ട്. ദിലീഷ് പോത്തൻ ആസ് മൈക്കിൾ, കലാഭവൻ ഷാജോന്റെ ക്യാരക്ടറായ ജോർജ്, ഹേമന്തിന്റെ ക്യാരക്ടറായ റോയ്. ഇവര് മൂന്ന് പേരുടെ ക്യാരക്ടേഴ്സ് വളരെ ഡിസ്റ്റിങ്റ്റീവ്, വളരെ റിലേറ്റബിൾ, അല്ലെങ്കിൽ വളരെ ആഴത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു ബ്രദർലി അറ്റാച്ച്മെന്റ് ഇവരെ കാണാൻ നമുക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ മൂന്ന് ക്യാരക്ടേഴ്സിനെയും അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര പാഷനറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ 3 ക്യാരക്ടേഴ്സ് ഇന്ന ആക്ടേഴ്സ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തന്നെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഫുൾ ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവൻ, ലെന, കനി കുസൃതി, സെറിൻ ഷിഹാബ്, ജോജി മുണ്ടക്കായം, ഇവരും ഇവരുടെ ക്യാരക്ടേഴ്സ് നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സ്വത്തിന്റെ പങ്കം വീതം വെക്കൽ എന്ന പ്ലോട്ടിനെ ബേസ് ചെയ്ത് കുറെ ബ്രില്യൻ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പട്ടികയിൽ ചേർക്കാൻ പറ്റിയ സിനിമയാണ് ശരത് ചന്ദ്രൻ ആർജയുടെ ഔസേപ്പിന്റെ ഓസിത്ത് എന്ന സിനിമ. വെരി ഗുഡ് ഡെബ്യൂ ആൻഡ് എ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. നല്ലൊരു ഫ്രഷ്നസ് തോന്നിച്ചെന്റെ എവരി ആക്ടേഴ്സിനെ സ്ക്രീനിൽ കാണാനായിട്ട് തന്നെ. മ്യൂസിക്, വിഷ്വൽസ്, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എല്ലാം ആ നറേറ്റീവിന് ചേർന്ന ഒരു നല്ല വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാനേ കാനേ, ഇലവീഴ പൂഞ്ചറ, ജോസഫ്, ഇങ്ങനത്തെ സസ്പെൻസ് ഡ്രാമ ഒക്കെ ഇഷ്ടമാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് മൂവി. തിയേറ്ററിൽ നിന്ന് പോണതിന് മുന്നേ തന്നെ കാണുക. നല്ല രീതിയിൽ ഇന്റൻസ് ഉള്ള, നല്ല രീതിയിൽ പെയിൻ തരുന്ന സിനിമ തന്നെയാണത്.